ആണ് അടിപൊളിയായിട്ടുണ്ട്. അത് BS6 ഡീസൽ എഞ്ചിൻ. ഇതിൻ്റെ ഒരു ഡെമോ കാണിക്കണം. ഇതിൻ്റെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും പകുതി കട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അത് ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗം കാണിച്ചു കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഫിൽറ്റർ ആ ഒരു ലെവലിലാണ് വരിക. അതിൻ്റെ ഓയിലെല്ലാം സർക്കുലേഷൻ ആകാൻ വേണ്ടിയിട്ടാണത്. അത് കഴിഞ്ഞിട്ട് എയർ ഇൻടേക്ക്, അതേപോലെ തന്നെ ടൈമിങ്ങിൻ്റെ ആ ഭാഗം, ക്യാമ്, അതെല്ലാം പകുതി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉൾഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ. പിന്നെ അതേപോലെ തന്നെ മോൾ ഭാഗം, ക്യാമിൻ്റെ ഭാഗം, അതേപോലെ തന്നെ ടെർബോ സിസ്റ്റം, ഇൻടേക്ക്. ടെർബോ സിസ്റ്റത്തിൻ്റെ ഉള്ളിതാ ഈ ഒരു ലെവലിലാണ്. ഇങ്ങനെ കറങ്ങുമ്പോൾ എയർ ഫുള്ളായിട്ട് സെക്ക് ചെയ്ത് വലിച്ച് അങ്ങനെ ഈ വഴി ഇങ്ങനെ ഔട്ടാവും. അതായത് ഇന്നും ഔട്ടും ആ ഒരു രീതിയിലുള്ള അതിന് വേണ്ടി. ഇപ്പോൾ ഡൈനാമോ, ആൾട്ടർനേറ്ററിൻ്റെ ഉൾഭാഗം, ആർമേച്ചർ, ഓയിൽ, കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ പമ്പ്, പവർ സ്റ്റിയറിംഗ് പമ്പ് അതിൻ്റെ ഉൾഭാഗമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മുകളിൽ ടോപ്പ്, ഹെഡിൻ്റെ ഭാഗത്ത് വാൽവ് കാര്യങ്ങൾ, അതെല്ലാം സ്പ്രിംഗ് ടൈപ്പ് കണ്ടില്ല, അതൊക്കെ അങ്ങനെ കാണിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പിസ്റ്റനും, എൻജിൻ്റെ പിസ്റ്റൻ, സിലിണ്ടർ, 2 സിലിണ്ടർ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കാണാം. ഇതാണ് പിസ്റ്റൻ കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ ഗിയറിലോട്ട് വരുന്ന ടൈമിൽ അതാണ് ഗിയർ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട്, അതാണ് ഗിയറിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു സിസ്റ്റം. ഓരോ ഗിയറാണ്, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ്, അങ്ങനെ വരാം. ഇതിങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ലച്ച് ഔട്ട് ഗിയർ മാറ്റുന്ന ടൈമിൽ ഇതിങ്ങനെ വർക്കിംഗ് ആവും. കണ്ടില്ല, അതാണ് ഗിയർ വരാം. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഡെമോ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ ആണിത്.